എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ദുരന്തം ഏറെ നാളായി നമ്മൾ കേൾക്കുന്നതാണ്, കാണുന്നതാണ്. അറുതിയില്ലാത്ത സങ്കടങ്ങളിലൂടെയാണ് ആ ജനത കടന്നു പോകുന്നത്. ഒരു 4 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇവർ സമരം, അതായത് സമരം എന്നാൽ സങ്കടകരമായൊരു സാഹചര്യത്തിലാണ്, മറ്റൊരു നിവൃത്തിയുമില്ലാത്ത ഒരു ഘട്ടത്തിലാണ് വീണ്ടും സമരം ആരംഭിച്ചത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. അതിനുശേഷം റവന്യൂ മന്ത്രിയുമായി ഇവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു, ഒരു ചെറിയ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ അതിലും വലിയ തീരുമാനങ്ങളായില്ല, സമവായമൊന്നും ആയില്ല എന്നാണ് അറിയുന്നത്. ഇപ്പോൾ ഇന്ന് മന്ത്രി കെ ശൈലജ ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈ സമരത്തെ, കുട്ടികളെ ഉപയോഗിച്ച് ഈ സമരം ദുരുപയോഗം ചെയ്യുകയാണ്. ഈ കുട്ടികളെ എന്തിനാണ് സമരപന്തലിന് മുന്നിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്? ഒരു പ്രദർശന വസ്തു പോലെ ഈ കുട്ടികളെ പ്രദർശിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ. അതായത് ലഭ്യമാക്കാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടുള്ളതാണ്. അതിനുള്ള നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. പിന്നെ എന്തിനാണ് ഇവരെ ഇങ്ങനെ സമരപന്തലിന് മുന്നിൽ ഒരു പ്രദർശന വസ്തു പോലെ, കാഴ്ച വസ്തു പോലെ പ്രദർശിപ്പിക്കുന്നത് എന്നാണ്. ഇത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ദയാബായിയൊക്കെ ആ സമരത്തിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ ഇത് ആ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൻ്റെ നേർസാക്ഷ്യം മാത്രമാണ്, പ്രദർശന വസ്തുവല്ല. ഇത് ജനങ്ങൾ അറിയണം എന്ന ഒരു പൊതുവികാരം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സമരം തുടരുന്നത് എന്നാണ് ദയാബായി പറഞ്ഞത്. മാത്രമല്ല മന്ത്രിയുടെ വാക്കുകളെ തള്ളിപ്പറയുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും മറ്റന്നാൾ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക്, ഔദ്യോഗിക വസതിയിലേക്ക് ഇവരൊരു സങ്കടയാത്ര നടത്തുന്നുണ്ട്. സമരം എന്ന രൂപത്തിലേ അല്ലാതെ മറ്റു നിവൃത്തിയില്ലാത്തൊരു വിഭാഗത്തിൻ്റെ സമരം എന്നല്ല, യാത്ര എന്ന് മാത്രമാണ് അതിനെ കാണുന്നത്. അപ്പോൾ ഈ മറ്റ് പ്രത്യേക പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം നിരന്തരമായി ഉന്നയിക്കുന്നതാണ്. പക്ഷേ അക്കാര്യത്തിലൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് ഈ സമരത്തിൻ്റെ നിലവിലെ സ്ഥിതി എന്ന് നമുക്ക് കാണാം. ഷൈജു തയ്യാറാക്കിയ റിപ്പോർട്ട്. അരുൺ, ഞാനിപ്പോൾ ഉള്ളത് സെക്രട്ടേറിയറ്റ് നടയിൽ പട്ടിണി സമരം നടത്തുന്ന എൻഡോസൾഫാൻ ദുരിതബാധിതരോടൊപ്പമാണ്. കഴിഞ്ഞ 4 ദിവസമായി ഇവർ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ച് ഇപ്പോൾ അത് 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇതിൻ്റെ 3ാം ദിവസമായിരുന്നു സർക്കാർ മന്ത്രിതല ചർച്ച വിളിച്ചു ചേർത്ത് ഇവരുമായി ചർച്ച നടത്തിയത്. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനും ആരോഗ്യമന്ത്രി കെ ശൈലജയുമായിരുന്നു ചർച്ച നടത്തിയത്. എന്നാൽ ആ ചർച്ചയിൽ ഇവരുന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യം അതിർത്തി നിർണ്ണയിക്കാതെ, മാനദണ്ഡങ്ങൾ ഇല്ലാതെ എൻഡോസൾഫാൻ ദുരിതബാധിതരെ മുഴുവൻ അംഗീകരിക്കണം എന്നതാണ്. അതായത് 1905 പേരെ അംഗീകരിക്കണം എന്ന ഒരു ഡിമാൻഡാണ് ഇവർ മുന്നോട്ട് വെച്ചത്. എന്നാൽ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് സർക്കാർ നിലപാടെടുത്തോടുകൂടി ചർച്ച അലസിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഇന്ന് ആരോഗ്യമന്ത്രി കുറച്ചുകൂടി കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. അല്ല, ഇന്നലെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു, അവരെ റവന്യൂ മന്ത്രി വിളിച്ചിരുന്നു, ഞാനും കൂടി അതിൽ പങ്കെടുത്തിരുന്നു. അപ്പം അതിൽ വളരെ വ്യക്തമായിട്ട് അവർ ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ചെയ്യാമെന്ന് പറഞ്ഞതാണ്. കുട്ടികളെല്ലാം ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് അവർ ഇരിക്കുകയാണ്. ഞാൻ പിന്നെ എന്താ പറയേണ്ടത്, അതിന് അവിടെ ഇരിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഈ സ്കീമിൽ ഉൾപ്പെട്ടിട്ടുള്ളവരല്ലെങ്കിൽ അവരെ ഞങ്ങൾ പരിശോധിച്ചിട്ട് ഈ സ്കീമിൽ ഉൾപ്പെടുത്തേണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ട് ഉൾപ്പെടുത്തുന്നതാണ് പറഞ്ഞത്. അങ്ങനെ ഒന്നിനും തയ്യാറാവുന്നില്ല. അവർ കുറേ കുട്ടികളെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ ഇരിക്കുന്നു, സമരം ചെയ്യുന്നു. എന്താ അതിൻ്റെ പിന്നിലെ താല്പര്യം എനിക്കത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. വലിയ സങ്കടത്തോടും അങ്ങേയറ്റം ദുഃഖത്തോടും കൂടിയാണ് മന്ത്രിയുടെ ഈ വാക്കിനോട് ഇവർ പ്രതികരിക്കുന്നത്. ഇവരിൽ പലരും ഇപ്പോൾ ന്യൂസ് തിയേറ്ററിൽ നമ്മോടൊപ്പം പ്രതികരിക്കുകയാണ്. ഞങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞാൽ ദുരിതബാധിതർ 11 പഞ്ചായത്തിൽ മാത്രമേ ഉള്ളൂ എന്ന സർക്കാരിൻ്റെ പുതിയ കണ്ടെത്തലുകളോട് ഞങ്ങൾക്ക് തീരെ യോജിക്കാൻ കഴിയില്ല. കാരണം ആകാശമാർഗം 22 വർഷത്തോളം ഈ ഏരിയൽ സ്പ്രേ നടത്തിയപ്പോൾ ഒരിക്കലും ഒരു രീതിയിലും അതിരുകൾ തീർക്കാതെ ഇപ്പോൾ ദുരിതബാധിതരായ ആളുകളെ കണ്ടെത്തുമ്പോൾ മാത്രം അതിരുകൾ തീർക്കുന്ന നിലപാടിനോട് ഞങ്ങൾക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കാരണം 2014-ലും 2016-ലും ഞങ്ങൾ അതിർത്തികൾ ബാധകമാക്കരുത് എന്ന പ്രധാന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും തന്ന അന്നത്തെ പ്രതിപക്ഷമാണ് ഇന്ന് ഭരണപക്ഷത്തിരിക്കുന്നത്. ഇന്ന് അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ നിലപാടെടുക്കുന്നത് എന്ന് ഞങ്ങൾക്ക് വളരെ ഒരു രാഷ്ട്രീയ ഭരണത്തിലിരിക്കുമ്പോൾ ഒരു നിലപാടും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിരിക്കുമ്പം മറ്റൊരു നിലപാടും എടുക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഭൂഷണമല്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് 11 പഞ്ചായത്തല്ല, കാസർഗോഡ് ജില്ലയിലെ മിക്ക പഞ്ചായത്തുകൾ, അതായത് ഉമ്മൻചാണ്ടി സർക്കാർ ഞങ്ങൾക്ക് അന്ന് തന്ന ഉറപ്പ് എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ എവിടെ താമസിച്ചാലും സമാനമായ രോഗികളുണ്ടെങ്കിൽ അവരെ ക്യാമ്പിൽ പങ്കെടുപ്പിച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താമെന്ന് ഉറപ്പ് തന്നിരുന്നു. അന്ന് VS അച്യുതാനന്ദനായിരുന്നു സമരസമിതിയുടെ ചെയർമാൻ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ വെച്ചാണ് ഞങ്ങൾക്ക് ആ ഉറപ്പ് തന്നത്. ആ ഉറപ്പുകളാണ് ഇപ്പോഴത്തെ സർക്കാർ നടപ്പിലാക്കാതെ പോയിട്ടുള്ളത്. അവരിപ്പോൾ പറയുന്നത് 2013-ലെ മാനദണ്ഡ പ്രകാരമാണ് എന്നാണ്. 2013-ലെ മാനദണ്ഡം അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തിനാണ് 2014-ലും 2016-ലും ഞങ്ങളെ അനുകൂലിച്ചുകൊണ്ട് അവർ അന്ന് സമരത്തിന് വന്നത് എന്നതുകൂടി അവർ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ സമരം തുടർന്ന് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. അനിശ്ചിതകാലം വരെ നമ്മൾ സമരം ചെയ്യാൻ
നമുക്ക് ഇതിൻ്റെ അവകാശം നേടിയെടുക്കുന്നവരെ നമ്മൾ സമരം മുമ്പോട്ട് പോകും. നമ്മളിത് പ്രദർശന വസ്തുവല്ല, കാഴ്ച വസ്തുവല്ല, ഇത് മക്കളാണ് നമുക്ക് ജനിച്ചത്. അപ്പോൾ ഈ മക്കൾക്ക് 21, 11, 12, 13 പ്രായമായി. ഇതുവരെ നമ്മളെ ചികിത്സയിൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നിട്ട് ഉൾപ്പെടുത്താൻ ലാസ്റ്റ് ഒരു ക്യാമ്പ് വെച്ചത്, അതിലും നമ്മുടെ മക്കളെ പുറന്തള്ള. അത് എന്ത് കാരണത്താലാണ് നമ്മുടെ പുറന്തള്ളപ്പെട്ടത് അത് നമുക്കറിയാം. ഇങ്ങനെയുള്ള ഒരു മന്ത്രിക്കും ഒരു ആർക്കും ഇങ്ങനെയുള്ള ഒരു കുട്ടികൾ ജനിക്കട്ടെ, അവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇവർക്ക് പറയുന്നതിന് ഒരു ഇതുമില്ല. അമ്മമാർ അനുഭവിക്കുന്ന വേദന വളരെ ഒരു വേദനയാണ്. നമ്മൾ ഉറങ്ങുന്നില്ല, നമ്മൊരു ഭക്ഷണം 3 നേരം കഴിക്കുന്നില്ല, നമുക്കൊരു വേറെടെങ്കിലും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഒരു കുട്ടിയെ സംരക്ഷിക്കാൻ 2 ആൾ വേണം. നമുക്കൊന്നിനും കഴിയാത്തൊരവസ്ഥയാണ്. ഇത് അവകാശമാണ് നമ്മളെ. ഒന്നും ജീവിക്കാം, ഒന്നും മരിക്കാം, അത്രേ നമുക്കില്ല. എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചു കഴിഞ്ഞു, പിന്നെ എന്തിനാണ് നിങ്ങൾ സമരം ചെയ്യുന്നതെന്നാണ് മന്ത്രി ചോദിക്കുന്നത്. എന്താവശ്യം നമുക്ക് തന്നിട്ടില്ലത്? നമ്മൾ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഈ ഇടത്തേക്ക് തിരുവനന്തപുരത്തേക്ക് നമ്മൾ ചെയ്യും. ഇത്രയില്ല ഈ കുട്ടികളെയും എടുത്തിട്ട് നമുക്ക് തന്നിനെങ്കിൽ നമുക്ക് തന്നിനെ അങ്ങനെ വരൂലല്ലോ. പിന്നെ ഇവർ തന്നിന് ആർക്ക് തന്നെന്ന് പറയുന്നത്? നമുക്ക് ആടെ ചികിത്സ എന്ത് കാര്യം? ആടെ ന്യൂറോളജി ഡോക്ടർമാരില്ല, ആടെയുള്ള ഒരു സംവിധാനമില്ല. നമുക്ക് കഴിഞ്ഞ വർഷം സമയത്തിന് അൻവാസ് മരിച്ചതിന് നമുക്ക് രാവിലെ 7 മണിക്കാണ് അൻവാസിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്, ഒരു വയറുവേദന. ലാസ്റ്റ് വൈകുന്നേരം 4 മണിക്കാണ് പറയുന്നത് അപ്പണ്ട് പിന്നെ കിഡ്നിക്ക് പ്രശ്നമാണ്. അപ്പോൾ ഉടനെ പെരിയാർക്ക് എത്തിച്ചു. ആംബുലൻസ് പോലും ഇല്ല അവരെ കൊണ്ടുപോകാൻ വേണ്ടി. നിങ്ങൾ പ്രൈവറ്റ് വണ്ടിയാക്കി നിങ്ങളെ സ്വന്തം വണ്ടി നിങ്ങൾ കൊണ്ടേക്കെന്ന് പറഞ്ഞ ഡോക്ടേഴ്സും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ നമുക്കില്ലത്. അപ്പം അതുപോലെ അവരെ പെരിയാർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. പെരിയാർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അപ്പൻഡീഷൻ പൊട്ടി. ഒരു അരമണിക്കൂറാണ് ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത്. രാവിലെ 7 മണിക്ക് ആ കുഞ്ഞിനെ കൊണ്ടുപോയത്, വൈകുന്നേരം ഇവർ വെച്ചു. പിന്നെ എന്ത് ഡോക്ടർ, എന്ത് ചികിത്സ നമ്മളവിടെ ഉള്ളത്? പിന്നെ ഇവർ ചികിത്സ തരാം, അത് തരാം, ഇത് തരാം. നമുക്ക് അങ്ങനത്തെ ഒരു ചികിത്സ വേണ്ട. നമുക്ക് അതിനൊരു സംബന്ധിച്ചുള്ള ചികിത്സകളും നമുക്ക് കിട്ടേണ്ട അവകാശവും നമ്മൾ നേടിയെടുത്തിട്ടില്ലേ. ഈ പാവപ്പെട്ടതായുള്ള ജനങ്ങളോട് കാണിക്കുന്ന ഒറുക്കാത്ത തെറ്റാണ് എന്നുള്ളത് കൊണ്ട് ഗവൺമെൻറ് നിശ്ചയമായും ഈ കാര്യത്തിൽ ഇടപെടണം. ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്നവർക്ക് വേണ്ടുന്നത് നെഞ്ചളവല്ല, അവർക്ക് വേണ്ടുന്നത് കണ്ണിലിറ്റ കണ്ണുനീരും ആർദ്രതയും വിശാല ഹൃദയവുമാണ്. എൻ്റെ വിചാരം സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും തൊഴിലാളികളുടെയും പ്രതിനിധികളെന്ന് പറയുന്ന എനിക്ക് വളരെ വാത്സല്യം തോന്നുന്ന ശ്രീ പിണറായി വിജയനും കൂടെയുള്ള മന്ത്രിമാരും ഈ കാര്യത്തിൽ ഒരു നിമിഷവും പാഴാക്കാതെ തീരുമാനമെടുക്കണം. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് അർഹമായി ചെയ്യുവാൻ അവർ കടപ്പെട്ടിട്ടുള്ളത് അവരെത്രയും വേഗം ചെയ്യണം. ബജറ്റിൽ കൂടെയുള്ള പ്രഖ്യാപനമല്ല, കണ്ണുനീര് ഒഴുക്കുന്നതായുള്ള പാവങ്ങളുടെ കണ്ണുനീര് ഒപ്പുന്നതായിരിക്കണം ഗവൺമെൻറ് അധികാരികളുടെ ഭരണ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതിർത്തി നിർണയിച്ച് മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് ഇരകളെ നിശ്ചയിക്കുന്നതെന്നാണ്, അതിൽ നിന്ന് വിട്ടുവീഴ്ചയില്ലെന്നാണ് സർക്കാർ പറയുന്നത്. അത് മാറ്റും. അത് ഒരു ലോജിക്ക് ഞാൻ ചോദിക്കുന്നത്, 22 കൊല്ലം റെഗുലറായിട്ട് ഹെലികോപ്റ്ററിൽ നടിച്ചു. ഹെലികോപ്റ്ററിൽ ഇങ്ങനെ അതിർത്തി വെച്ചാണോ വീഴ്ചത്? 2 അങ്ങനെ വീണാൽ തന്നെ ഈ മണ്ണിൽ വീഴുന്നത് വെള്ളത്തിലേക്ക്, നദിയിലേക്ക്, കായലിലേക്ക്, മറ്റു വാട്ടർ സോഴ്സിലേക്ക് പോവില്ലയോ? കിണറുകളിലേക്ക് പോയില്ലേ? അപ്പോൾ അതിൻ്റെ ഫലം എവിടെ വരെ നിൽക്കും? ഞാൻ കേട്ടിട്ടുള്ളത് 2 കൊല്ലം മുമ്പ് 2016, അതായത് ബാൻ ചെയ്ത് 16 വർഷം കഴിഞ്ഞ് പോലും കായലിലെ വെള്ളത്തിൽ എൻഡോസൾഫാൻ്റെ അംശം ഉണ്ടായിരുന്നെന്നാണ്. അപ്പോഴെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഈ അതിർത്തി അത് ഭയങ്കരമായിട്ടുള്ള ഒരു തെറ്റാകരുടെ സൈഡിൽ അത് മാറ്റും സർക്കാർ. ഞങ്ങൾ ചോദിച്ച് ഇതെല്ലാം തരണം. ഇതൊരു ഔദാര്യമായിട്ടല്ല ചോദിക്കുന്നത്. സുപ്രീം കോടതി നിശ്ചയിച്ചതുപോലും തരാൻ സർക്കാർ എന്തുകൊണ്ട് പഠിക്കുന്നു? സെക്രട്ടേറിയറ്റ് നടയിൽ തുടരുന്ന ഇവരുടെ സമരത്തിന് ഇപ്പോൾ വലിയ ജനകീയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, സാമുദായിക നേതാക്കന്മാരൊക്കെ തന്നെയും സമരപ്പന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. ദയാബായെ പോലെയുള്ള സാമൂഹ്യ പ്രവർത്തക ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തോട് 100% ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് 4ാം ദിവസവും ഈ പട്ടിണി സമരത്തിൽ പങ്കുചേരുന്നതും ഈ സമരത്തിന് കിട്ടുന്ന വലിയ സ്വീകാര്യതയായിട്ടാണ് സമരസമിതി കരുതുന്നത്. നാളെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് പട്ടിണി ജാഥ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. തുടർ സമരങ്ങൾ വരും ദിവസങ്ങളിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. വിജയം കാണും വരെയും ഈ സമരത്തിൽ ഉറച്ചു നിൽക്കാനാണ് ഇവരുടെ തീരുമാനം.